You're listening to Star Jam on Club FM 94.3. പണ്ട് വക്കാലത്ത് നാരായണൻകുട്ടിയുടെ അച്ഛനായി പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജിലെ താമസക്കാരന്റെ മുഖമായും ഇദ്ദേഹം നമുക്ക് മുന്നിലേക്ക് എത്തി. സ്റ്റാർ ജാമിൽ ഞാൻ രേണു, എന്റെ കൂടെയുള്ളത് ബാലേട്ടനാണ്, കമ്മട്ടിപ്പാടത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നത് അദ്ദേഹത്തെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച സ്ക്രിപ്റ്റ് ഏതായിരുന്നു എന്നാണ്. ഒന്ന് തച്ചോളി വർഗീസ് ചേകവർ കുറച്ച് അഴിച്ചു പണിയുകയും ആദ്യം പ്ലാൻ ചെയ്തതിൽ നിന്ന് മാറി എഴുതേണ്ടി വരികയും ലൊക്കേഷനിൽ വെച്ചൊക്കെ വീണ്ടും എഴുതേണ്ടി വരികയും ടെൻഷനും ഒക്കെ ആയിട്ട് കൈവിട്ടു പോയി എൻ്റെ കയ്യിൽ നിന്ന്. അപ്പം അതേസമയം അതിൻ്റെ ഫസ്റ്റ് ആദ്യം ലാലിനെ വായിച്ച് കേൾപ്പിച്ച സ്ക്രിപ്റ്റ് 13 ദിവസം കൊണ്ട് എഴുതിയതാണ്. അത് വളരെ സ്പീഡിൽ എഴുതാൻ പറ്റി, അദ്ദേഹത്തെ വായിച്ച് വെച്ച്. പക്ഷെ അതിൻ്റെ ഫിസിക്കലൈസേഷൻ, അതിൻ്റെ എന്താണ് ഷൂട്ട്, അതിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു സാഹചര്യം വന്നു. അതെന്നെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, കഷ്ടപ്പെട്ടു. ഏറ്റവും അരിപെറുക്കിയ കഥ എവിടെ വെച്ചിട്ടായിരുന്നു? സീനുകളെല്ലാം ഒറ്റ ടേക്കിലൊന്നും ഓക്കെ ആവത്തില്ലല്ലോ. താരതമ്യേന എനിക്ക് അരിപെറുക്കിയ കഥകൾ കുറവാണ്. എന്തുകൊണ്ടാണ്? ഒരു ലെക്ചർ ആയതുകൊണ്ട് ഇതെല്ലാം പഠിച്ചില്ലതുകൊണ്ടാണോ? അല്ല, എനിക്ക് തോന്നുന്നത് ഞാൻ ഈ അഭിനയിക്കാൻ വരുന്നത് പണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും ഒക്കെ നടന്നും നാടക ബന്ധവും പഠിപ്പിച്ച ആൾക്കാരും എനിക്ക് ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ സിനിമയ്ക്കകത്ത് ഉണ്ട്. അപ്പൊ ഞാൻ ആക്ട് ചെയ്യാൻ ചെല്ലുന്നതൊക്കെ ഈ സുഹൃത്തുക്കളുടെ നടുക്കാണ്. അപ്പൊ ഇവരാരും എന്നെ പെട്ടെന്ന് കയറി അങ്ങനെയാണെന്ന് ചെയ്യുന്നത് എന്നൊന്നും പറയത്തില്ലെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. ധൈര്യത്തിലാണ്. അപ്പൊ ഇനി ഞാൻ വളരെ അറ്റുഹമാണ്, ഞാൻ വളരെ റിലാക്സ്ഡ് ആണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ ശരി മതിയോടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി ആകുന്നത് കൊണ്ട് എനിക്ക് വലിയ അരിവെറുക്കലൊന്നും അങ്ങനെ ടെൻഷൻസ് ഉണ്ടായിട്ട്. എന്നാൽ രഞ്ജിത്തിന്റെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിക്കകത്ത് രഞ്ജിത്തിന് എന്നെ ചീത്ത വിളിക്കേണ്ടി വന്നു. സാധിച്ചു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തോക്ക് ഒരു വശത്തോട്ട് ചൂണ്ടുകയും നോട്ടം വേറൊരു വശത്തോട്ടാവുകയും ചെയ്യണം. അത് ഈ ആക്ഷൻ പറയുമ്പോഴൊക്കെ ഞാൻ ഈ തോക്കെടുത്ത് പിടിക്കുമ്പോൾ നോട്ടം ആ തോക്ക് പിടിച്ചെടുത്തോട്ടായി. അങ്ങനെയല്ലേ വരുത്തുള്ളൂ. ഉടനെ കട്ട് പറയും. വീണ്ടും ആക്ഷൻ പറയുമ്പോൾ തോക്കെടുത്ത് പിടിക്കും, നോട്ടം. അപ്പൊ മലയേട്ടാ ഇത് ഇങ്ങോട്ടും നോക്ക്, നോട്ടം ഇവിടെയും തോക്ക് അങ്ങോട്ടും പിടിക്കും. അതെല്ലാരും കണ്ടോണ്ടിരിക്കുക. അപ്പൊ കാണുന്നവർക്കൊന്നും ഇത് അത്ര എളുപ്പമാണ്. ഞാൻ തോക്കെടുത്ത് നേരെ പിടിക്കും, എന്റെ നോട്ടം അങ്ങോട്ടായി പോകും. വീണ്ടും ചവിട്ടിയാൻ വെച്ചേരും കേട്ടോ എന്നും പറഞ്ഞു പിന്നെ കുറെ തെറിയും പറഞ്ഞു. അതപ്പോ പറഞ്ഞു അല്ല എന്താ ചെയ്യാനൊക്കെ ഞാനങ്ങ് ചമ്മിയും പോയി. കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ തമ്മിൽ പഴയ ബന്ധം, എന്നിട്ടും അവൻ എന്നെ എന്നൊക്കെ ഉള്ള ഒരു വിഷമമൊക്കെ എനിക്ക് സീൻ പുറത്തു വന്നു കഴിഞ്ഞപ്പോ അതൊരു സീനായി. അതാണ്. അതിനുവേണ്ടി അങ്ങനെയൊക്കെ വിളിക്കണം. വലിയ അരിവർക്കലൊന്നും ഇല്ല, ആകെ ഒരു തോക്കും സീനും മാത്രമാണ് സംഭവിച്ചിട്ടില്ല. വലിയ അരിവർക്കൽ നടന്നിട്ടില്ല. ശരിക്കും പറഞ്ഞ ഈ കമ്മട്ടിപ്പാട് ആളുകൾ ഡിസ്കസ് ചെയ്ത പോലെ അടുത്ത കാലത്തൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ ഡിസ്കസ് ചെയ്തോന്ന്. ആദ്യത്തെ ദിവസങ്ങളിൽ പക്ഷെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആയിരുന്നു കമ്മട്ടിപ്പാടത്തിനെ കുറിച്ച് കേട്ടത്. അങ്ങനെ കേട്ടിരുന്നോ നിങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ്? സത്യം പറഞ്ഞാല് ഞാൻ ഈ പടം റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം 19-ാം തീയതി ഞാൻ കൈലാസ് മാനസ സരോവർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് യാത്ര. സാധാരണ എല്ലാവരും പറയാറ് ആ ഒരു യാത്ര മുഴുമിപ്പിക്കാനൊക്കെ വലിയ പാടാണ്, അതിനിടെ തിരിച്ചു ഓരോന്നൊക്കെയാണ്. എങ്ങനെയായിരുന്നു യാത്ര? എന്തായിരുന്നു യാത്രയുടെ പിന്നിലെ ലക്ഷ്യം? ഇതിന്റെ പിന്നിലെ ലക്ഷ്യം ഞാൻ BA പഠിക്കുന്ന കാലത്താണ് തപോവൻ സ്വാമികളുടെ ഹിമഗിരി വികാരം എന്ന് പറയുന്ന പുസ്തകം ഒരാൾ വായിക്കാൻ തന്നു. അന്നത് ഞാൻ വെറുതെ വീട്ടിൽ കൊണ്ട് കുറച്ച് പേജ് വായിച്ചിട്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഞാനത് വെറുതെ അവിടെ വെച്ചിരുന്നു. ഒരു മാസം കഴിഞ്ഞ് അവൻ എന്നോട് പുസ്തകം ചോദിച്ചു. എന്നോട് ചോദിച്ചു അളിയാ വായിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗംഭീരമായിരിക്കും, അത്രേ ഉള്ളൂ. അത് വായിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ MA പഠിക്കാൻ ചെന്നപ്പം ഈ കാളിദാസന്റെ കുമാരസംഭവം, രഘുവംശം ഇങ്ങനെയൊക്കെ ഉള്ള കൃതികളൊക്കെ പഠിക്കാനുള്ളത് ഇത് റെഫറൻസ് ഗ്രന്ഥമാണ്. ഈ ഹിമഗിരി വികാരം വായിക്കണം. അപ്പം ഞാൻ ആ പുസ്തകം അപ്പോഴാണ് എടുത്ത് വെച്ച് വായിക്കുന്നത്. അന്ന് വായിച്ചത് ഞാൻ അന്തപ്പെട്ടു. ഇത് എന്തൊരു ജീവി, എന്തോ ഇത് ഒരിക്കലും നമുക്കിങ്ങനെ ഇവിടേക്ക് ഒന്ന് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഒരാഗ്രഹം വെറുതെ. പിന്നെ അതങ്ങ് പോയി. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എന്നെയും കൊണ്ട് ഒരു സ്വാമിജി ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ അവിചാരിതമായിട്ട് ജീവിതത്തിൽ ആദ്യമായി ഞങ്ങൾ രണ്ടുപേര് കാണുക. കണ്ടപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു എൻ്റെ കൂടെ ഇവിടെ ഋഷികേശിലും ഹരിദ്വാറിലേക്കും ഒക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെന്തിനാ അദ്ദേഹം അങ്ങനെ എന്നോട് ചോദിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 10-25 ദിവസം ഒരു മാതൃസ്വാമി എന്നാണ് അദ്ദേഹം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ഋഷികേശ്, കേദാർനാഥ്, ഗംഗോത്രി, ഗംഗയുടെ ഉത്ഭവ സ്ഥലമായ ഗോമുഖ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ 10-25 ദിവസം ഗുഹകളിലുമൊക്കെ ജീവിച്ച് ഇങ്ങനെ പോയി. ഇതൊന്നും അപ്പൊ ഇത് പോകുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കും ഈ പണ്ട് ആ ഹിമഗിരി വികാരം വായിച്ചതിന്റെ ഏതാണ്ട് ഒരു അടുത്തൂടൊക്കെ ആണല്ലോ ഞാൻ സഞ്ചരിക്കുന്നത്. ഇതൊരു പ്രത്യേക അനുഭവമാണ്. ഇതിന് ഭക്തിയായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഈ അടുത്ത സമയത്ത് പെട്ടെന്നൊരു ദിവസം രാവിലെ ഞാൻ പേപ്പറിൽ നോക്കിയപ്പോൾ കൈലാസ് മാനസ സരോവർ യാത്ര എന്നാ ഇത്തവണ അങ്ങനെ. കാര്യം ഇപ്പം അഭിനയിക്കാനൊക്കെ നടന്ന് ഇച്ചിരി പൈസ കയ്യിൽ
കൈ വന്നപ്പോൾ അത് പോവാ. ഈ പൈസയൊക്കെ എന്തിനാണ് വെറുതെ വെച്ചോണ്ടിരിക്കുന്നത്? മനുഷ്യന് ഇത്തരം ആഗ്രഹങ്ങളൊക്കെ നടത്തണ്ടേ? ഞാൻ വൈഫുമായിട്ട് ആലോചിച്ചിട്ട് അങ്ങനെ പോകാൻ തീരുമാനിക്കിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകാൻ തീരുമാനിക്കുന്നതും ഒക്കെ എത്ര വർഷം വേണ്ടി വരുന്നു എന്ന് ആലോചിക്കണം. ഇതിന്റെ പിന്നിലൊക്കെ ഉള്ള ഓരോ പ്രേരണകളും അതും ഇതുമൊക്കെ സത്യത്തിൽ കൈലാസം കാണലല്ല, മാനസ സരോവരത്തിൽ ചവിട്ടുകയോ മുങ്ങുകയോ ചെയ്യലല്ല, മറിച്ച് ആ യാത്രയിൽ നാം ജീവിതത്തെ അടുത്തറിയുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. I have heard a lot of people say the same thing. ഞങ്ങളെ കൊണ്ടുപോയ അദ്ദേഹം പറഞ്ഞത് നമ്മൾ മരണത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് നടക്കുകയാണ്. Did it change you? അത് ഒരുപാട് ചേഞ്ച് എന്നിൽ ഭയങ്കരമായിട്ട് വരുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നാമത് പണ്ടേ എനിക്ക് അറിയാം, നമ്മൾ ഈ ജീവിതത്തിന്റെ പ്രശസ്തിക്കും പണത്തിനും ബാക്കി ഭൗതികമായ സമൃദ്ധികൾക്കും ഒന്നും നമ്മളെ ആത്യന്തികമായി രക്ഷിക്കാനോ കൂടെ കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല. അടിസ്ഥാനപരമായി നാം നമ്മുടെ ആ പിടയ്ക്കുന്ന പ്രാണനില്ലേ, അവനെ പിടിച്ചോണ്ട് ഇങ്ങനെ നിസ്സഹായതയിൽ നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ അർത്ഥവത്തായ ഒരു നിമിഷം. യു ആർ അണ്ടർ അറസ്റ്റിന്റെ സമയമാണ്. അപ്പൊ ഞാൻ ചോദിക്കണതിന് കൃത്യ ഉത്തരം പറയാ. ട്രിവാൻഡ്രം ലോഡ്ജിലേക്കാണ് നമ്മൾ യാത്ര പോകാൻ പോകുന്നത്. അതിലെ റോള് എല്ലാരും ശ്രദ്ധിച്ചൊരു റോളായിരുന്നു. ഭാര്യയൊന്നും പറഞ്ഞില്ലേ, പിള്ളേരൊന്നും. അത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് എനിക്കറിയായിരുന്നു എൻ്റെ മകളുടെ കല്യാണം ഏതാണ്ടൊക്കെ നിശ്ചയിച്ച് നടക്കാൻ പോകുന്ന സമയമാണ്. അപ്പൊ VK പ്രകാശും അനൂപ് മേനോനും ജയസൂര്യൊക്കെ എന്നോട് പറയുമായിരുന്നു, അതേട്ടാ കല്യാണം നടത്തേണ്ടതാണ്, നിങ്ങളിങ്ങനെ ഈ പ്രായത്തിൽ കാരണം ഇതൊക്കെ ചെയ്ത് ഇതാവുക, ചിലപ്പോൾ അതൊക്കെ പ്രശ്നമാകുന്നൊക്കെ പറഞ്ഞവരെന്ന് ഞാൻ പറയും. ഞാനും ഉള്ളിൽ ചുമ്മാരി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ പേടി കുഴയോ എന്നൊരു ഇതുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഈ പടം കാണാൻ പോകുന്നപ്പോൾ ഞാൻ വൈഫിനെയും മോനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഒന്നിച്ചാണ് ഈ പടം കാണാൻ. നമ്മളിതെല്ലാം മറയ്ക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിലത്തെ പ്രശ്നങ്ങളുണ്ടായത്. ഇത് വളരെ ഫ്രീ ആയിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും വലിയ പ്രശ്നമായിട്ട് അവർക്കാർക്കും തോന്നിയില്ല, എനിക്കും തോന്നി. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇനി കമ്മട്ടിപ്പാടത്തിലേക്ക് വരാം. ഇതിന് A സർട്ടിഫിക്കറ്റ് ആണ് ശരിക്കും കൊടുത്തത്. രാജീവ് രവി പറഞ്ഞു ഇതൊരു A സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ഒരു ചിത്രമല്ല. എന്താണ് ബാലേട്ടന് തോന്നിയത്? എന്റെ അഭിപ്രായത്തിൽ ഈ സെൻസർഷിപ്പിനോട് എനിക്ക് യോജിപ്പില്ല. ഇപ്പൊ ഞാൻ നാടകം എഴുതാറുണ്ട്, ഒരു സെൻസർഷിപ്പും അതിന്റെ പിന്നിൽ. നമ്മള് വേറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഒരു സെൻസർഷിപ്പ്. ഇപ്പൊ നോവലിസ്റ്റുകൾക്ക് സെൻസർഷിപ്പ് ഇല്ല, ചെറുകഥാകൃത്തുകൾക്കില്ല, കഥകളിക്കാർക്കില്ല, മോഹിനിയാട്ടക്കാർക്കില്ല, ഒരു പെയിന്റേഴ്സിന് ഈ കാണിക്കുന്നതിന് 1000 ഇരട്ടി നോവലുകളിലുണ്ട് താനും. ഇതിനൊന്നും ഒരു സെൻസർഷിപ്പ്. പിന്നെ എന്തിനാണ് സിനിമയ്ക്ക് വേണ്ടി മാത്രം ഒരു സെൻസർഷിപ്പ്? സത്യത്തിൽ ഇത് അനാവശ്യമാണ്. നമ്മുടെ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുമ്പോൾ അവരാരും സെൻസർ ചെയ്യാത്ത പല സെക്സിനും വയലൻസിനും ഒക്കെ വളരെ പ്രാധാന്യമുള്ളതും അത് വളരെ ഈസ്തെറ്റിക്കലി കൈകാര്യം ചെയ്തിട്ടുള്ളതുമായ എത്രയോ പടങ്ങൾ ഇവിടുത്തെ ഈ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ നമ്മുടെ ഈ സെൻസർഷിപ്പിൽ തന്നെയുള്ള വിജയകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർ എത്രയോ അത്തരം പടങ്ങളെ കാണുകയും വാഴ്ത്തുകയും അത് നല്ലതാണ് എന്ന് പറയുകയൊക്കെ ചെയ്യുന്നവർ തന്നെയാണ് ഇവിടെ ഒരു സെൻസർഷിപ്പ് ഉള്ളപ്പോൾ അതിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ തന്നെ എനിക്കെന്തോ ഒരു കല്ലുകടി തോന്നുന്നു. ഇന്നിപ്പം ഈ രാജീവിന്റെ ഈ പടത്തിന്റെ ആദ്യം തൊട്ട് സഹകരിച്ച ഒരാളെന്നുള്ള നിലയിലും അതിന്റെ എല്ലാ പ്രോഗ്രസും കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലും ഇത് വയലൻസിനെ ചുമ്മാ ഒരു ഡോക്യുമെന്ററി പോലെയോ അങ്ങനെ എടുക്കുകയല്ല ചെയ്തത്. ഇത് കലാപരമായി ചെയ്തിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഒരു കത്തി കൊണ്ടുവന്ന് വയറ്റിൽ കുത്തിയിട്ട് ആ കുത്തുന്ന ഭാഗത്തിന്റെ എക്സ്ട്രീം ക്ലോസപ്പും പിന്നെ അതിൽ നിന്ന് ചോര തെറിക്കലും ഒക്കെ കാണിക്കലല്ല, മറിച്ച് കൈയുടെ തോളിന്റെ ഭുജം അനങ്ങുന്നത് കാണിച്ചിട്ട് കുത്തുകൊണ്ടവന്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണിച്ചിട്ട് ഇതിനെ തമ്മിൽ കൂട്ടി വാചിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അതാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കല ഈ വിജയകൃഷ്ണനെ പോലെയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ഇതിന്റെ പിന്നിൽ വേറെ ഏതോ തരത്തിലുള്ള അവരുടെ ഒരു മനോതലം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതിനെ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങനെ ഉപദ്രവിക്കാം, ഇതിനെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് നമുക്ക് ഉപദ്രവിക്കില്ല. അല്ല, അത് ഉപദ്രവത്തില്ല. അപ്പൊ ജനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവരും കാണേണ്ടത് എന്ന് തീരുമാനിക്കും. അപ്പൊ ഇതിനെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നമുക്ക് പോയിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവരെല്ലാ ക്രൈറ്റീരിയയും വെച്ചിട്ടായിരിക്കും ഇതിനെ അങ്ങനെ ആക്കുന്നത്. വേണ്ടവർക്ക് എന്ത് നിയമങ്ങളും ഉണ്ടാക്കാമല്ലോ. ഇത്രയും കാലത്തിനിടയിൽ മറക്കാൻ വയ്യാത്ത ഒരു സിനിമ അനുഭവം ഏതായിരിക്കും ബാലേട്ടാ? തമാശയായിട്ട് അങ്ങനെ കണ്ടാൽ മതി, അങ്ങനെ കാണൂ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയില് അന്ന് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഒരു കറുത്ത ദൈവത്തെ തേടി എന്നുള്ള പ്രൊഫസർ ജി ശങ്കരപ്പിള്ള നമ്മുടെ ഗുരുനാഥനാണ്, അദ്ദേഹത്തിന്റെ നാടകം അവതരിപ്പിക്കാൻ പോയി ഡൽഹി പോയി. അപ്പൊ അവിടെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഹോസ്റ്റലിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് ആ സമയത്ത് അവിടെ ആറ്റംബരയുടെ ഗാന്ധി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം. അപ്പൊ നമ്മുടെ കൂടെ വന്ന പലരും കണ്ടില്ല, പലരെയും എവിടാന്ന് അന്വേഷിച്ചപ്പോ അവരിങ്ങനെ ഹരിയാന ബോർഡറിലേക്ക് പോയിരിക്കുകയെന്നാണ്.
വൈകുന്നേരം അവന്മാർ തിരിച്ചു വന്നിട്ട് 50-ന്റെ ഒരു നോട്ട്, 20-ന്റെ ഒരു നോട്ട്, 5-ന്റെ ഒരു നോട്ടൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു വെച്ച് കണ്ടോ. എന്തോടെ ഞങ്ങൾ ഗാന്ധി സിനിമയിൽ അഭിനയിക്കാൻ പോയതിന് കിട്ടിയ റെമ്യൂണറേഷൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇടോ ഇന്ന് നമ്മളെ ഒന്നും അറിയിച്ചില്ല. അപ്പൊ നാളെ പോകുന്നുണ്ട്, ബാലേട്ടനൊക്കെ നമുക്ക് പോകാമെന്ന്. അങ്ങനെയാണ് അടുത്ത ദിവസം ഈ ഹരിയാന ബോർഡറിലേക്ക് വെളുപ്പിനെ പോയി. ഭയങ്കര മഞ്ഞും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞ് ഈ വെളിച്ചം ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് കാണാം 600 ഏക്കർ സ്ഥലം, ഒരു കുന്നിൻ ചെരുവ്, അവിടെ മുഴുവനും ഒരു ഇന്ത്യയുടെ ഗ്രാമം മുഴുവൻ വന്നങ്ങ് നിറഞ്ഞേക്കുക. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഷൂട്ട് ചെയ്യാൻ പോവുക. അപ്പൊ അത് ഹെലികോപ്റ്ററിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചെന്ന് ഇറങ്ങിയവരെ, ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങളുടെ കൂടെ വന്നവരെ തന്നെ അവിടെ സെപ്പറേറ്റ് ചെയ്യുക. എന്നെ മുസ്ലിം ആക്കി മാറ്റി. എന്റെ കൂടെ വന്ന രാധാകൃഷ്ണൻ ഹിന്ദുവായി. അപ്പൊ അവർ 3-4 ടോക്കൺ തരും. എന്നിട്ട് നമ്മുടെ കോസ്റ്റ്യൂം വാങ്ങി അവിടെ വെച്ചിട്ട് ഒരു മുസ്ലിം കോസ്റ്റ്യൂം ഒക്കെ തരും. കാര്യം ഇതിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന്, ഒന്ന് ഉച്ചയ്ക്ക് ഇതിനുള്ളത്. അപ്പൊ അങ്ങനെ ഏറ്റവും അവസാനം ഒരു ടോക്കൺ കിട്ടുക. അത് ഇവിടെ കൊണ്ട് തന്നാലേ ഈ ഡ്രസ്സ് തിരിച്ചു കിട്ടും. ഏതോ ഒരു സമയത്ത് ഹെലികോപ്റ്റർ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളോട് അഭിനയിക്കാൻ പറയും. അപ്പൊ നമ്മളിങ്ങനെ ബഹളം വെച്ച് കരഞ്ഞ് വിളിച്ചൊക്കെ പോകുന്നത് അഭിനയിക്കുക. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഭിനയം പഠിച്ചല്ലോ, ആക്ടിങ് മെത്തഡോളജി. അപ്പൊ സ്റ്റാനിസ്ലാവ്സ്കി സിസ്റ്റത്തിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. അപ്പം അത് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മാജിക് ഈഫ്. മാജിക് ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ എപ്പോഴും ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഖാദർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എങ്കിൽ, എന്റെ സഹോദരിയെ ഹിന്ദുക്കളെല്ലാം കൂടെ റേപ്പ് ചെയ്തു എങ്കിൽ, എന്റെ അച്ഛനെയും അമ്മയെയും ഈ ഹിന്ദുക്കളും ബാക്കിയുള്ളവരും തലയറുത്ത് കൊന്നു എങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഇത് അപ്ലൈ ചെയ്യുന്ന പോലെയൊക്കെ അഭിനയിക്കുമ്പോൾ എന്റെ വേദനകളും എന്റെ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ഞാൻ ഇങ്ങനെ എക്സ്പ്രഷൻ കാണിക്കുക. ഇടയ്ക്ക് ഞാൻ തല മുകളിലോട്ട് പൊക്കുന്നുണ്ട്. എന്നാലും ഹെലികോപ്റ്ററിൽ വലിയ ക്യാമറ ഇരിക്കുന്നു. അപ്പൊ അതിൽ എന്നെ കാണുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ തല മുകളിലോട്ടൊക്കെ ഉയർത്തി അഭിനയിക്കുമ്പോഴും ഒരു കൈ കൊണ്ട് ഞാൻ എന്റെ ഈ ടോക്കണിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഈ അഭിനയമൊക്കെ കഴിഞ്ഞാൽ രോഗം കാണാതെ പോയി കഴിഞ്ഞാൽ ഉഴുതുണിയും കിട്ടത്തില്ല, ഫുഡും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അഭിനയിക്കുമ്പോഴും ഒരു കൈ ഇവിടെയാണ് വെച്ചത്. ഇപ്പോഴും ഈ പടം ചിലപ്പോൾ ചാനലിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ബാക്കിയൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വരുന്നിടത്ത് ഞാൻ കുറച്ചു നേരം ആരും അറിയത്തില്ല, ഞാൻ മാത്രം അത് നോക്കിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഞാനൊന്ന് കാണുമോ ഇല്ലയോ. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ നിന്ന് എനിക്ക് ഇദ്ദേഹത്തിന് യാത്ര പറയാനുള്ള സമയമായിരിക്കുകയാണ്. അതിനു മുന്നേ ആർ ജെ രേണുവിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. കമ്മട്ടിപ്പാടത്തെ കുറിച്ച് രേണുവിന്റെ അഭിപ്രായം? ഐ റിയലി ലവ്ഡ് ഇറ്റ്. കാരണം അതിന്റെ നാച്ചുറാലിറ്റി. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട്, ഇതെല്ലാം ഒപ്പിയെടുത്ത ഈ മധു നീലകണ്ഠൻ എന്ന് പറഞ്ഞ ക്യാമറ, അതുപോലെ അജിത്ത് എന്ന് പറയുന്ന എഡിറ്റർ. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ മാത്രം ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.